മൊബൈലിൽ അയാൾ വീണ്ടും അവളുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കി. ഫോൺ സ്വിച്ച്ഡ് ഓഫ്. അങ്ങനെ പതിവില്ലാത്തത് കൊണ്ടാവാം അകാരണമായൊരു ഭയം മനസ്സിനെ പിടിമുറുക്കാൻ തുടങ്ങുന്നത് അയാൾ അറിയുന്നുണ്ടായിരുന്നു. ബേസ്മെന്റ് പാർക്കിൽ കാർ പാർക്ക് ചെയ്ത് ലിഫ്റ്റിനടുത്തേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്നും സാർ എന്നൊരു വിളി കേട്ടു. സെക്യൂരിറ്റിയാണ്. സാറൊന്ന് നേരത്തെയാണല്ലോ. അയാൾ പറഞ്ഞപ്പോഴാണ് വാച്ച് നോക്കിയത്. സമയം 10:50 PM. അതെ, താനിന്ന് നേരത്തെയാണ്. അല്ലെങ്കിലും ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത ശേഷം കൃത്യസമയം എന്നൊന്നില്ല. വർക്ക് കഴിയുമ്പോൾ തിരിച്ചു വരുന്നു. ഇതിലെ വമ്പൻ ഓഫർ കണ്ടാണ് 2 വർഷം മുൻപ് ദുബായിലെ ജോലി ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നത്. സാർ, മാഡം ഈ കീ സാർ വരുമ്പോൾ ഏൽപ്പിക്കാൻ പറഞ്ഞു. എന്നോട് തന്നെയാണോ എന്ന് ഒരു നിമിഷം സംശയിച്ചാണ് കീ വാങ്ങാൻ കൈ നീട്ടിയത്. മൊബൈൽ എടുത്ത് മിസ്ഡ് കോൾസ് സെർച്ച് ചെയ്തു. ഇല്ല, അവളുടേതായി ഒരു നമ്പർ പോലും വന്നിട്ടില്ല. വാട്സാപ്പിലും ഒരു മെസ്സേജ് പോലും വന്നില്ലല്ലോ. ഒന്നും പറയാതെ ഇവൾ എങ്ങോട്ട് പോയി? എന്തു പറ്റി സാർ? തന്റെ മുഖത്തെ വേവലാതി കണ്ടാവാം സെക്യൂരിറ്റിയാണ്. ഒന്നുമില്ലെന്ന് പറഞ്ഞ് ലിഫ്റ്റിനകത്തേക്ക് കയറി മൊബൈൽ എടുത്ത് വീണ്ടും അവളുടെ നമ്പറിലേക്ക് വിളിച്ചു. ഫോൺ സ്വിച്ച്ഡ് ഓഫ്. ഒന്നും പറയാതെ പോകുന്ന പതിവ് ഇല്ല. ഒന്നാമത് ഈ ബാംഗ്ലൂർ അവൾക്ക് അത്ര പരിചയമില്ല. 2 വർഷമായി പുറത്തുപോയിട്ടുള്ളത് വളരെ കുറച്ചു മാത്രം. അതിൽ കൂടുതലും നാട്ടിലേക്ക്. സൂപ്പർ മാർക്കറ്റും മോളുടെ സ്കൂളും നടന്നു പോകാവുന്ന ദൂരത്താണ്. തനിച്ചവൾ പോകുന്നത് അവിടേക്ക് മാത്രം. അവളുടെ നമ്പറിലേക്ക് വീണ്ടും വീണ്ടും വിളിച്ചെങ്കിലും സ്വിച്ച്ഡ് ഓഫ് എന്ന പ്രതികരണം മാത്രമാണ് ലഭിച്ചത്. റൂം തുറന്ന് അകത്ത് കയറി. എന്തെങ്കിലും സൂചന അവിടെ നിന്നും കിട്ടുമെന്ന് കരുതി ഡൈനിങ് ടേബിളിൽ രാത്രിക്കുള്ള ഫുഡ് മൂടി വച്ചിട്ടുണ്ട്. മോളുടെ ബാഗ് സ്റ്റഡി ടേബിളിൽ ഇരിപ്പുണ്ട്. വെറുതെ ഒന്ന് കണ്ണോടിച്ചു. പാതി വരച്ചു വെച്ച ഒരു ചിത്രം മകൾ വരയ്ക്കുമെന്നത് അയാൾക്ക് പുതിയൊരു അറിവായിരുന്നു. കടൽക്കരയിൽ കാറ്റേറ്റിരിക്കുന്ന ഒരു കുടുംബം, കുഞ്ഞിന്റെ കയ്യിൽ ഒരു ബലൂൺ. അവൾ വരച്ച ചിത്രങ്ങളിലെല്ലാം അച്ഛനും അമ്മയും കുഞ്ഞും ചേർന്ന നിമിഷങ്ങളായിരുന്നു. മനസ്സിൽ കുറ്റബോധം പതിയെ തല പൊക്കാൻ തുടങ്ങി. മോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവരുമായി അങ്ങനെ ഒരു യാത്ര ഇവിടെ വന്നേ പിന്നെ ഉണ്ടായിട്ടില്ല. കിച്ചൺ, ഫ്രിഡ്ജ്, ബെഡ്റൂം എല്ലായിടത്തും കണ്ണുകൾ പരതി. എന്തെങ്കിലും നോട്ട് എവിടെയെങ്കിലും വച്ചിട്ടുണ്ടാകുമെന്ന് കരുതി. ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവരില്ല എന്നതൊഴിച്ചാൽ എല്ലാം പഴയ പോലെ തന്നെ. ഭ്രാന്തെടുക്കുന്നത് പോലെ തോന്നി. മനസ്സിൽ പരിഭ്രാന്തിയോ സങ്കടമോ ദേഷ്യമോ എന്താണെന്ന് വിവരിച്ചറിയുന്നില്ല. ഒന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നില്ലേ എന്ന ചിന്ത ദേഷ്യം കൂട്ടി. ഇനി ആർക്കെങ്കിലും വയ്യാതെ നാട്ടിലേക്ക് പോയി കാണുമോ? ഫോണെടുത്ത് നാട്ടിലേക്ക് വിളിച്ചു. അച്ഛന്റെ ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റ ശബ്ദം. ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ പരിഭ്രമമായി. എന്താ ഗോപു ഈ നേരത്ത്? ചോദ്യത്തിൽ നിന്ന് തന്നെ അറിയാൻ കഴിഞ്ഞു അവരവിടെ എത്തിയിട്ടില്ല. ഒന്നുമില്ല, വെറുതെ വിളിച്ചതാണെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും അച്ഛൻ വിശ്വസിച്ചതായി തോന്നിയില്ല. അവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചു. പ്രത്യേകിച്ച് ഒന്നുമില്ല. അവളുടെ വീട്ടിലും എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ അച്ഛൻ അറിഞ്ഞേനെ. പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അവർ സേഫ് ആണെന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിലും എവിടെയാണെന്നറിയാതെ അസ്വസ്ഥത തോന്നി. എന്തൊക്കെയോ നഷ്ടപ്പെട്ട പോലെ. കുറച്ചുനാൾ മുൻപ് പ്യൂൺ വെങ്കട്ടറാം സ്വകാര്യമായി പറഞ്ഞത് പെട്ടെന്ന് ഓർമ്മ വന്നു. അക്കൗണ്ട് സെക്ഷനിലെ സോമനാഥിന്റെ ഭാര്യ ഒപ്പം വർക്ക് ചെയ്യുന്ന ആളുടെ കൂടെ പോയി. താൻ എന്തൊക്കെയോ ആണ് ചിന്തിച്ചു കൂട്ടുന്നത്. തന്റെ കാർത്തുവിനെ കുറിച്ച്. തന്റെ തിരക്കുകളോട് എപ്പോഴും ഒപ്പം നിൽക്കുന്നവളാണ്. പെട്ടെന്നാണ് കാർത്തുവിന്റെ ഡയറി ഓർമ്മ വന്നത്. പലപ്പോഴും കബോർഡിൽ അത് കണ്ടിട്ടുണ്ട്. മറ്റൊരാളുടെ ഡയറി വായിക്കാൻ പാടില്ലെങ്കിലും അവൾക്ക് എന്തൊക്കെയോ എന്നോട് പറയാനുണ്ടെന്ന് തോന്നി. തെറ്റാണെന്ന് മനസ്സു പറഞ്ഞിട്ടും ഞാൻ അവ തുറന്നു നോക്കി. അവളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ, ഞാൻ മറന്നുപോയ അവളുടെ പിറന്നാളുകൾ, വെഡ്ഡിംഗ് ആനിവേഴ്സറി, അവളുടെ വലിയ മോഹമായിരുന്ന PhD. ഞാൻ കാണാതെ പോയ പലതും അതിലൂടെ അറിഞ്ഞു. ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടാണ് ഉണർന്നത്. മുറിയിലേക്ക് സൂര്യപ്രകാശം എത്തിത്തുടങ്ങിയിരിക്കുന്നു. സോഫയിലിരുന്ന് ഡയറി വായിച്ചു ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയിരുന്നു. നോക്കിയപ്പോൾ സ്ക്രീനിൽ കാർത്തുവിന്റെ ചിരിക്കുന്ന മുഖം. വല്ലാത്തൊരു നെഞ്ചിടിപ്പ് തോന്നി. സന്തോഷം കൊണ്ടോ എന്തോ കണ്ണുകൾ നിറയുന്നു. ഫോണെടുത്ത് ഹലോ കേൾക്കാനോ പറയാനോ ഉള്ള ക്ഷമ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എവിടെയാ? മീര പറഞ്ഞില്ലേ? അവളുടെ ശബ്ദത്തിൽ അമ്പരപ്പ്. ഏത് മീര? നമ്മുടെ മീര. ചേട്ടന് എന്താ പറ്റിയത്? ചേട്ടന്റെ കസിൻ, കൽക്കൂട്ടുകാരി. അവൾ ചേട്ടനോട് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണല്ലോ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ചേട്ടൻ തിരക്കിലാണ്, ഇനി വിളിക്കേണ്ടെന്നും പറഞ്ഞല്ലോ. എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പോഴാണ് നോക്കിയത്, ഫോൺ എങ്ങനെയോ ഓഫായി പോയിരുന്നു. ആ പറഞ്ഞിരുന്നു, ഉറക്കത്തിൽ പെട്ടെന്ന് ഓർമ്മ വന്നില്ല. അവളെ സമാധാനിപ്പിക്കാൻ വിക്കി പറഞ്ഞെപ്പിച്ചു. മീര ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. മോളുടെ ക്ലാസ്സിലാണ് അവളുടെ മോളും പഠിക്കുന്നത്. ഒരിക്കൽ സ്കൂൾ വെച്ച് കണ്ടെന്ന് കാർത്തു പറഞ്ഞിരുന്നു. ഫോണിലേക്ക് വന്ന മെസ്സേജ് എടുത്തു നോക്കി. മീരയാണ്. മോൾ പറഞ്ഞിരുന്നു അവളുടെ ഫ്രണ്ടിന്റെ അച്ഛൻ അവളെ എങ്ങോട്ടും കൊണ്ടുപോകാറില്ലെന്ന്. എൻ്റെ മോളുടെ വീക്കെൻഡ് വിശേഷങ്ങൾ കൗതുകത്തോടെ കേട്ടിരിക്കുന്ന കൂട്ടുകാരി നിന്റെ മോളാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ വിചാരിച്ചതാ നിനക്കിട്ടൊരു പണി തരണമെന്ന്. ഞാൻ അവൾക്ക് റിപ്ലൈ ടൈപ്പ് ചെയ്തു. മീര, താങ്ക്സ് എന്നെ പലതും ഓർമ്മിപ്പിച്ചതിന്. ഇനി ഞാൻ എൻ്റെ സ്വപ്നങ്ങൾക്ക് പിറകെയല്ല, അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങുകയാണ്. ഇങ്ങനെയുള്ള മനോഹരമായ കുടുംബകഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.